ഹായ് ഫ്രണ്ട്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ വെറൈറ്റി വീഡിയോ നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇട്ടാലോ. നമ്മളെടുത്തിരിക്കുന്ന എമർജൻസിയുടെ 2 ഐറ്റം ട്യൂബുകളാണ് കേട്ടോ. ഈ ട്യൂബുകളാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ സാധാ ട്യൂബ് ലൈറ്റിൻ്റെ അതേ രീതിയിൽ വരുന്ന ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ച് ഈ 2 കുഞ്ഞു ട്യൂബുകളോട് നമ്മളൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത് നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ട്യൂബ് ലൈറ്റ് അക്വേറിയത്തിൻ്റെ ബാക്കിയാണ്. അതിൻ്റെ ട്യൂബ് പൊട്ടിപ്പോയപ്പോൾ ഇത് ഇവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടാണ് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ എൻ്റെ സ്ക്രീനിലും കാർഡായിട്ടും കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം നമ്മൾ ആ ട്യൂബിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ടോർച്ചിൻ്റെ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു ചില്ല് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ചില്ല് നമ്മളെടുത്തിട്ടുള്ള 1.5 ഇഞ്ച് PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വട്ടാണ് അതിന് വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇറക്കി വെച്ചതിന് ശേഷം ഒരു 1.5 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടിപൊളിയായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ അനാപ്പൗണ്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ അരികിലൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ MC-യിലാണ്. ഈ ഒരു MC-യിൽ 2 കവറിൽ നിന്ന് ഒരേപോലെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് നീട്ടിയെടുക്കാം കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ നീട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്യൂബിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ 2 എണ്ണത്തിലും ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലേക്കായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരെണ്ണം PVC പൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്തിട്ട് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച ആ ട്യൂബിൻ്റെ മുകളിലൂടെ അതിങ്ങനെ ഇറക്കിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 6 ഡേറ്റ് കൊണ്ട് നമ്മളെ ട്യൂബ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് നമ്മളൊന്ന് എമിരി പേപ്പറൊക്കെ ഇട്ടൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വീണ്ടും MC-യിലാണ് കേട്ടോ. MC-യിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി എടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പാറക്കൂട്ടം സെറ്റ് ചെയ്യണം. ആ ഒരു പാറക്കൂട്ടത്തിൻ്റെ ഉച്ചിയിൽ നിന്നും ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അതുമ്പോൾ ചെറിയ ചെറിയ ഡിസൈനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ ആ ഒരു ബാക്ക് ഭാഗം ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം അല്ലെങ്കിൽ ഈർക്കിളി ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഇത് കാര്യങ്ങളൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പാറക്കൂട്ടത്തിൽ നമുക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് ബ്ലൂ കളർ അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു വെള്ളച്ചാട്ടം തോന്നും. ഇതാ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇനി നമുക്ക് ആ 2 പാറക്കല്ലുകളും ഇതൊക്കെ കൂട്ടിമുട്ടുന്ന ആ ഒരു എൻഡിലും എഡ്ജിലും ഒക്കെ നമുക്കിങ്ങനെ ഒരു ഗോൾഡൻ അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് ഇതാ അതുപോലെ ഇരിക്കും. കണ്ടോ, അടിപൊളിയായില്ലേ. അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്യൂബ് ലൈറ്റ് അക്വേറിയത്തിൻ്റെ സ്റ്റാൻഡിൽ നമ്മൾ ലൈറ്റ് കത്തിച്ചിരുന്ന ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും പാടെ നമ്മളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് ഒരു 1200 mAh ബാറ്ററി, അതേപോലെ ഒരു ചാർജിങ് സ്ലോട്ട്, സ്വിച്ച്, ഒരു LED മാത്രമാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒരു ബ്ലൂ കളർ ചുമരിലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് നമ്മളൊരു വൈറ്റ് കളർ ചുമരിൽ വെച്ചപ്പോൾ അടിപൊളിയായില്ലേ ഗൈസ്. രാത്രി ഒരു അടിപൊളി വാൾ ലൈറ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ 2 ട്യൂബിനകത്തേക്കും 2 മണി പ്ലാന്റ് വീതം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഹൗസ് ഇൻറ്റീരിയർ ഹോം വാൾ ഡെക്കറേഷൻ ലൈറ്റായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ബെഡ് സ്വിച്ചിൻ്റെ അടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു വാൾ ലൈറ്റായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. രാത്രി കാണുന്നൊരു വ്യൂ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.